ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം വിശേഷം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണേ. അപ്പൊ അങ്ങനെ നമ്മുടെ ചന്ദ്രഭാമയുടെ അടുത്താണല്ലോ ഉള്ളത്. ഇങ്ങനെ ഭാമയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭാമയ്ക്ക് പറയാനുള്ളത്, നിനക്ക് ഇത് തന്നെ വേണോടി. കാരണം നീ ആ രേവതിനെ മാറ്റി നിർത്തിയിട്ട് ശ്രുതിനെ എടുത്ത് തലയെ കയറ്റി വെച്ചേക്കല്ലായിരുന്നോ? രേവതിക്കില്ലാത്ത കുറ്റവും കുറവും ഉണ്ടായിരുന്നോ? ഓ, അതുപോലെയല്ലേ നീ ആ പെങ്കൊച്ചിനെ അവിടെ ഇട്ട് കാണിച്ചോണ്ടിരുന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതി ആണെങ്കിലും ശ്രുതി ആണെങ്കിലും ആരാണെങ്കിലും എനിക്ക് ഇഷ്ടക്കേട് വന്ന അത് ഇഷ്ടക്കേട് തന്നെയാണ്. അവളെ ഞാൻ അതെ പൊക്കി പിടിച്ചോണ്ട് നടന്നു. അത് നീയും കൂടെ കാരണമാ ഭാമേ. നിനക്കും ഒന്ന് അന്വേഷിക്കത്തില്ലായിരുന്നോ? നീ അവളുടെ നല്ലൊരു ഫ്രണ്ടൊക്കെ ആയിരുന്നല്ലോ. നിന്റെ കയ്യോ കാലോ ഒക്കെ തിരുമ്മി അവള് നിന്നെ മയക്കിയതല്ലായിരുന്നോ? അന്ന് നിനക്ക് എന്നോട് പറയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോ അതിന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ ചന്ദ്രേ. നീ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ട് നിൽക്കുക. മാത്രമല്ല, പണത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. നീ പണത്തെ സ്നേഹിച്ചോണ്ടല്ല രേവതിനെ ഈ സ്ഥാനത്ത് സ്നേഹിക്കായിരുന്നെങ്കിൽ അവള് നിന്നെ പൊന്നുപോലെ നോക്കിയനെന്ന് പറഞ്ഞപ്പോഴേക്ക് നിർത്ത്. നീ ഇവിടെ രേവതി പുരാണം ഒന്നും പറയണ്ട ഭാമേ. എനിക്കിപ്പോ ശ്രുതിനെ കുറിച്ചാ പറയാനുള്ളത്. അവളെ ഞാൻ ആ വീട്ടിൽ കയറ്റത്തില്ല. അടിച്ചെടുത്ത് ഞാൻ അവളെ കയറ്റത്തില്ല. എന്റെ സുധീനെ ഞാൻ വേറെ കല്യാണം കഴിപ്പിക്കും ഇനി. ദൈവമേ, രക്ഷപ്പെട്ടല്ലോ. ഒരു കുഞ്ഞെങ്ങാനും ഉണ്ടായി പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ഏതായാലും ദൈവം കാത്തു. അവളെ ഇനി ഞാൻ അടുപ്പിക്കത്തില്ല. അവളെങ്ങാനും ഇനി അവിടെ വന്നു കാണുമോ? അങ്ങനെ അവളെങ്ങാനും അവിടെ വന്നെങ്കിലേ അവളെ ഞാൻ ചെന്ന് അടിച്ചു തുടച്ച് ഞാൻ ദൂരെ കളയും. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല. എന്റെ ദൈവമേ, ആ സച്ചിയുടെ രേവതിയുടെ മുഖത്തെനിക്ക് നോക്കാൻ എന്തൊരു നാണക്കേടാണെന്ന് അറിയാമോ? ഓ, അതുപോലെയാ ഞാനിപ്പോ ഉരുകി ഉരുകി നിൽക്കുക. എന്റെ മോൻ ശ്രുതിയുടെ കാര്യം ആലോചിക്കുമ്പോഴെനിക്ക് സങ്കടം വരുന്നത്. പാവോ, അവൻ പാവോ, ആർക്കും അവനെ എളുപ്പം പറ്റിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ നിന്റെ മകൻ ഒരു പൊട്ടനായിപ്പോയി. അതല്ലേ ചന്ദ്ര സത്യത്തിൽ സംഭവിച്ചത്? ഏതെങ്കിലും ഒരു വെളിവും വെള്ളിയാഴ്ച ഉള്ള ഒരുത്തനാണെങ്കിലേ ഇങ്ങനെ സംഭവിക്കത്തില്ല. എല്ലാം പറയുന്നത് കണ്ണടച്ചു വിശ്വസിച്ചില്ലേ? അതെ, ഞാനും അവളെ കണ്ണടച്ചു വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ എന്റെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് അവൾക്ക് പൈസ എടുത്തു കൊടുത്തു ആ ബിസിനസ് തുടങ്ങാനായിട്ട്. എന്നിട്ട് ആ ബിസിനസ്സോ ലാസ്റ്റ് എന്റെ പേരിലല്ല അവളുടെ പേരിൽ തുടങ്ങി, അവന്റെ പേരിൽ തുടങ്ങി. ഇതൊക്കെ അവളുടെ തന്ത്രമായിരുന്നു, തന്ത്രം. ഓ, എനിക്ക് എല്ലാം കൂടി ഓർക്കുമ്പോൾ ഒരു സമാധാനവും ഇല്ല. എനിക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാനേ തോന്നുന്നില്ല എന്റെ ഭാമയെന്ന് പറയുമ്പം. നീ ഒരു കാര്യം ചെയ്യ, ഇവിടെ ഇരിക്കുക. ഏതായാലും ഞാൻ രേവതിനെ ഒന്ന് വിളിച്ചേ അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് അന്വേഷിക്കാന്ന്. അപ്പം ചന്ദ്ര പറഞ്ഞു, ശരിയാ, നീ ഒരു കാര്യം ചെയ്യ, നീ രേവതിനെ വിളിച്ചിട്ടേ അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് അന്വേഷിക്കും. ഓ, അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ലെന്ന്. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ രേവതിനെ ഭാമ വിളിക്കുകയാണ്. ഭാമ വിളിച്ചിട്ട്, അതെ രേവതി, അല്ല നീ അവിടെ എന്തെടുക്കുക? അതെ, അമ്മ അവിടെ വന്നിട്ടുണ്ടോ? ആ, ഉണ്ട്. ദേ നിന്റെ അമ്മായിയമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഭയങ്കര എണ്ണിപ്പിറക്കലൊക്കെ ആണേ. അതെ രേവതി, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. കൊടുത്താ കൊല്ലത്തും കിട്ടും. ഓരോരുത്തർ ചെയ്തതിന്റെ ഫലമാണ്. ആ ചന്ദ്ര ചെയ്തതിന്റെ ഫലമല്ലേ അവളിപ്പോ അനുഭവിക്കുന്നത്. ഞാൻ അവളോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, നിർത്ത്, നീ നിന്റെ ഒരു മരുമകളെ കയറ്റിവെക്കല് നിർത്താന്. എന്നിട്ടൊന്നും അവള് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതിന് ഇപ്പം പ്രസക്തി ഇല്ലല്ലോ, അതൊക്കെ പോട്ടെ. അല്ല അമ്മ എന്താ ഇങ്ങോട്ടേക്ക് വരാത്തത്? അവൾക്ക് അങ്ങോട്ടേക്ക് വരാനേ മടിയാന്നേ, അവൾക്ക് സമാധാനം നഷ്ടപ്പെട്ടെന്ന് അവള് പറയുന്നത്. ഇനി അവിടെ എങ്ങാണ് ശ്രുതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവൾക്ക് ടെൻഷൻ കൂടും. അപ്പൊ അതുകൊണ്ട് അവള് വരാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും സാരമില്ല. അല്ല ശ്രുതി എവിടെയാ പോയതെന്ന് നിങ്ങൾ തിരക്കിയായിരുന്നു എന്ന് നമ്മുടെ ഭാമ ചോദിച്ചു കേട്ടോ രേവതിയോട്. അപ്പൊ രേവതി പറഞ്ഞു, അല്ല അറിയില്ല, എവിടെ പോകാനാ, മീരയുടെ അടുത്തായിരിക്കും. മീരയാണല്ലോ അവളുടെ ഫ്രണ്ട്. അപ്പൊ മീരയുടെ അടുത്തായിരിക്കും പോയിട്ടുണ്ടായിരിക്കാന്ന് പറഞ്ഞപ്പോ അതെ മീരയുടെ അടുത്തായിരിക്കും. അല്ല ഭാമയാന്റി അവളെ ഒന്ന് വിളിച്ചു നോക്കത്തില്ലായിരുന്നോ? നിങ്ങൾ തമ്മില് നല്ല ഫ്രണ്ട്സ് അല്ലേ? നിങ്ങൾ ഭയങ്കര കൂട്ടൊക്കെ അല്ലായിരുന്നോ? അതും എന്റെ അമ്മായിയമ്മ നിങ്ങൾ കാരണമാണല്ലോ അവളെ വിവാഹമൊക്കെ കഴിപ്പിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടൊക്കെ വന്നതെന്ന് പറഞ്ഞപ്പോ, എന്റെ പൊന്നു രേവതി, നീയും കൂടെ അങ്ങനെ പറയരുത്. എനിക്ക് അവളെ അറിയാം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവളോട് കൂട്ടുകൂടാനോ ശൃംഗരിക്കാനോ ഒന്നും പോയിട്ടില്ല. ഇവളായിരുന്നു മലേഷ്യക്കാരിയാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവളെ തലയെ കയറ്റി വെച്ചത്. അല്ലാതെ എനിക്ക് അവളെ കുറിച്ച് വേറെ ഒന്നും അറിയില്ല മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, എന്നാ പിന്നെ ശരി, ഞാൻ വെക്കാന്ന് പറഞ്ഞ് രേവതി ഫോൺ കട്ട് ചെയ്യാം. ഈ സമയത്തെ നമ്മുടെ രേവതിനെ വർഷ വിളിക്കുന്നുണ്ട്. അങ്ങനെ വർഷ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവര് മൂന്നാറിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി പറഞ്ഞത്, ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ലാട്ടോ, ശ്രുതി പേരും കള്ളിയാണ്. അവളെ ഇളയച്ചനാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലായിരുന്നോ? അതെ, അവളുടെ സ്വന്തം ഇളയച്ചനല്ല. അവള് ഏതോ ഒരു നാടക നടനെ കൊണ്ട് ഇളയച്ചന്റെ വേഷം കിട്ടിച്ചതാണത്രേ. മാത്രല്ല, നമ്മുടെ ഫെബിന്റെ മാളൂട്ടിയുടെ കല്യാണമില്ലേ, അന്ന് അവിടെ അയാളുണ്ടായിരുന്നു. അയാളെ ഫെബിന്റെ അമ്മാവനാണ്.
അങ്ങനെ ഞങ്ങളത് കണ്ടുപിടിച്ച് അമ്മാവന്റെ പേര് ബീരാൻ എന്നാണ്. ബീരാൻ നല്ല യഥാർത്ഥ പേര്, ജയരാജൻ എന്നാണ് യഥാർത്ഥ പേര്. ബീരാൻ എന്ന് പുള്ളിക്കാരന്റെ ഏതോ ഒരു പ്രശസ്ത നാടകം ഉണ്ടായിരുന്നു, പുള്ളിക്കാരന്റെ നാടകത്തിലെ പേരാ ബീരാൻ എന്ന്. ഏതായാലും നല്ലൊരു മനുഷ്യനൊക്കെ തന്നെയാ. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ച് ചെന്നപ്പോഴത്തേക്കുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീരാൻ എല്ലാം തുറന്നു പറഞ്ഞത്. ഇവിടെ വന്നു എല്ലാം തുറന്നു പറഞ്ഞു. ഈ പറയുന്നതെല്ലാം പച്ചക്കള്ളായിരുന്നു. മലേഷ്യയില് അവളുടെ അച്ഛനോ അതുപോലെ തന്നെ മലേഷ്യയായിട്ട് അവൾക്കൊരു ബന്ധമില്ലെന്നാ തോന്നുന്നു പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ദൈവമേ, ഞങ്ങൾ ഒരു ദിവസം മാറി നിന്നപ്പോ അവിടെ എന്തൊക്കെ മാറ്റമോ സംഭവിച്ചത്. എന്നിട്ട് ബാക്കി പറ. എനിക്കറിയായിരുന്നു ശ്രുതി ചേച്ചിക്ക് എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന്. അന്ന് പല്ലുവേദനയാന്ന് പറഞ്ഞപ്പോ മലേഷ്യക്കാർ വന്ന് പോയില്ലേ, അന്ന് പല്ലുവേദനയാന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് അങ്ങോട്ട് പോയതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്. ഏതായാലും ഇനിയിപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന ഒരു സമാധാനമില്ല. വീട്ടിൽ അത്രയും പ്രശ്നം നടക്കുമ്പം അതേ മോളെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അമ്മയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി ഭാമയാറ്റിയുടെ വീട്ടിൽ പോയി. ശ്രുതിയാണെങ്കിലോ ഇപ്പം എവിടെയാന്ന് പോലും അറിയത്തില്ല. പിന്നെ ശ്രുതിയുടെ കാര്യം പറയണ്ട, ശ്രുതി ഇവിടെ ഇല്ല. ആകെപ്പാടം മൊത്തം വീട്ടിൽ താളം തെറ്റി കിടക്കുക എന്ന് പറഞ്ഞപ്പം എന്നാ പിന്നെ ഞങ്ങൾ ഈ 3-ാം ട്രിപ്പ് അവസാനിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ ഞങ്ങൾ മാത്രം വന്ന് ഇവിടെ കിടന്ന് സന്തോഷിച്ചാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അതൊന്നും വേണ്ട, നിങ്ങൾ യാത്ര പോയതല്ലേ, നിങ്ങൾ ആഘോഷിച്ചിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും സാരമില്ല, ഞങ്ങൾ ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ഫോണും കട്ട് ചെയ്തിട്ട് ശ്രീകാന്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് തിരിച്ചു. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ രേവതി സച്ചിയോട് സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമല്ലോ ഇതിന്. അങ്ങനെ രേവതി പറയുക, നമ്മളായിട്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞപ്പം അപ്പം പിന്നെ അവളുടെ കള്ളത്തരം വെളിയിൽ കൊണ്ടുവന്നാണോ രേവതി കുഴപ്പം? അല്ല, അവളുടെ കള്ളത്തരം നമുക്ക് പിടിക്കാൻ പറ്റി, അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങളുടെ ഏട്ടനല്ലേ ഇവിടെ സങ്കടപ്പെട്ട് നടക്കുന്നത് പറയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സുധീനെ കാണിക്കുന്നു. സുധി ഒരു ബാറിൽ പോയി അടിച്ച് പൂക്കുറ്റിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കൂടെ നമ്മുടെ ആനന്ദുണ്ട്. ആനന്ദ് എന്ന് പറഞ്ഞാല് നമ്മുടെ പാർക്കുമേറ്റ് ഇല്ലേ, സുധിയുടെ ഏക ഒരു ഫ്രണ്ട് അതാണ്. അപ്പൊ പുള്ളിക്കാരൻ മതി കുടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ സുധി ഭയങ്കര കുടിച്ച് ലാസ്റ്റ് ആനന്ദ് പറഞ്ഞു മതി നിർത്തുന്നൊക്കെ പറഞ്ഞ് ആ ബാറിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ രേവതി സത്യയാണെങ്കിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു സമാധാനപരമായിട്ട് ഈ പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിക്കണം. എന്താണ് ശ്രുതി ഇങ്ങനെയൊക്കെ പറയാൻ കാരണം, അതൊന്ന് തിരക്കണമല്ലോ. അപ്പം ശ്രുതി ഇങ്ങോട്ടേക്ക് വരണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളാണല്ലോ പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മളാരും പോരാ, ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ, അത് അച്ചമ്മയാണ്. അപ്പം രേവതി പറഞ്ഞു അത് ശരി, അച്ചമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മ പൊളിക്കും. അച്ചമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ട്, അച്ചമ്മ എല്ലാം സെറ്റ് ആക്കുമെന്ന് പറഞ്ഞപ്പം എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ അച്ചമ്മേനെ വിളിക്കാം, അല്ലെങ്കിൽ വേണ്ട ഞാൻ കൊണ്ടുവരാൻ പോകാന്ന് പറഞ്ഞപ്പോ വേണ്ട എടുത്തു ചാടിയൊന്നും ചെയ്യരുത്, കാരണം അച്ഛനോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യണം. നമ്മൾ അങ്ങനെ ഇപ്പൊ പോയി വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ സച്ചേട്ട ശരിയാകുന്നത്? അച്ചമ്മയുടെ ഹെൽത്ത് ഒക്കെ കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു വാർത്തയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും പ്രായമുള്ള സ്ത്രീ അല്ലേ, അപ്പൊ അച്ഛനോട് ചോദിച്ചിട്ട് മടി, എടുത്ത് ചാടി ചെയ്യണ്ട എന്ന് പറയുമ്പോ എന്നാ പിന്നെ അച്ഛൻ ഇപ്പം ജോഗിങ്ങിന് പോയേക്കുക, വരട്ടെ, വന്നു കഴിയുമ്പോൾ ചോദിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് കിട്ടില്ലൻ വിശേഷങ്ങളാട്ടോ നടക്കാൻ പോകുന്നത്. നമ്മുടെ ശ്രുതിയുടെ അടുത്ത അടവ് അത് നമുക്ക് കാണാം. അപ്പം എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷമായിട്ട് വരാം. ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.